ഇപ്പൊ ഹെൽത്ത് എങ്ങനെയുണ്ട് അമ്മാവാ? നിന്നെ കണ്ടല്ലോ, ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേ, ഞാൻ ഉണ്ട് അമ്മാവന്റെ കൂടെ. ഈ ഒരു വാക്ക് മാത്രം മതി എനിക്ക്. അല്ല, നിന്റെ ഫ്രണ്ടിന്റെ റൂമിലെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം നന്നായിട്ടുണ്ട്. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടൂടെ നിനക്ക്? നീ എന്തിനെങ്ങനെ പുറത്തുപോയി കഷ്ടപ്പെടുന്നു? നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ അവൻ ഇപ്പൊ ഇറക്കി വിടാം. അമ്മാവാ അമ്മാവാ, എനിക്ക് അവിടെ ഒരു ഇഷ്യൂ ഇല്ല, ഞാൻ നന്നായിട്ടാ ഉള്ളത്. അതിരിക്കട്ടെ, ഇവൻ സ്റ്റുഡിയോയിൽ വെച്ച് നിന്നോട് ഓവറായിട്ട് പെരുമാറുന്നുണ്ടോ? ഇല്ല അമ്മാവാ. പിന്നെ സ്റ്റുഡിയോയില് ഞാൻ അമ്മു അല്ലല്ലോ, ഗീതാഞ്ജലി മാഡം. ഒരു കാര്യം അറിയാമോ? എന്താ മോളെ? ഇങ്ങനെ ഡെയിലി ജീവിക്കാൻ പറ്റിയാലുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും. അത് ശരി, അപ്പൊ അവന് ദിവസം പണി കൊടുക്കുന്നുണ്ടല്ലേ? പാവം തോന്നും അമ്മാവാ, പക്ഷേ അവൻ ചെയ്തതിന് ഇത് തെറ്റല്ലെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ ചെയ്യണമോ? കാരണം അവൻ നിന്നോട് അങ്ങനെയൊക്കെയല്ലേ പെരുമാറിയത്, അവന് മനസ്സിലാക്കട്ടെ. പതുക്കെ പറ അമ്മാവാ, ഏട്ടൻ കേക്കും. കേട്ടാപ്പ എന്താ, അവൻ എന്ത് ചെയ്യും? അമ്മാവാ, അമ്മോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ തെറ്റിദ്ധരിക്കരുത്. ഞാനെന്ത് വിചാരിക്കണേ അമ്മാവാ, പറയേ. നിങ്ങൾ തമ്മിലുള്ള വഴക്ക്, ചെറിയ ചെറിയ പരിഭവങ്ങള് എല്ലാം ഒരു പോയിന്റ് വരെ നല്ലത് തന്നെ. അത് ഓവറായി കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നമായി മാറും. അർജുൻ നിന്നോട് പെരുമാറിയ പോലെ. അതുകൊണ്ട് മോള് കുറച്ച് ശ്രദ്ധിക്കണം. ശരി അമ്മാവാ. എന്നുവെച്ചാ മോളങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, പറയേണ്ടത് എന്റെ കടമയല്ലേ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്റ്റുഡിയോയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് ലൈവ് അപ്ഡേറ്റ്സ് വേണമോ? ശരി അമ്മാവാ. അച്ഛാ, ആ ബ്രെഡിങ് എടുത്തേ. ഏട്ടാ, നീ എടുത്തു കൊടുക്കണ്ട, അവൻ വേണമെങ്കിൽ എടുക്കട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തോണ്ടാ ഇവനിങ്ങനെ ചെയ്തയായത്. എന്താണോ എന്താടാ നീ പറഞ്ഞ? അച്ഛനെ പേര് പറഞ്ഞു വിളിക്കുന്ന? നിങ്ങളെയല്ല അച്ഛാ, ദൈവത്തിനെ വിളിച്ചതാ. ശരി അമ്മാവാ, ഞാൻ പോവാട്ടോ. എങ്ങനെയാ വന്നേ മോളെ? ഞാൻ ഫ്രണ്ടിന്റെ സ്കൂട്ടിയിലാ വന്നേ. ശരി, സൂക്ഷിച്ചു പോണേ. ബൈ. ഗീതാഞ്ജലി മാഡം, നൈറ്റ് ബൈക്കിന്റെ ടയർ പഞ്ചറായി. ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ ഓഫീസിലേക്ക്? എന്താ ക്യാബ് ബുക്ക് ചെയ്ത് പോകാൻ അറിയില്ല? കുഴപ്പമില്ല, വന്നോളൂ. താങ്ക്സ്. സ്കൂട്ടി ഓടിക്കാൻ അറിയോ? അല്ല, നീ കഷ്ടപ്പെടണ്ട, ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞ. അല്ല, കാലെടുത്ത് വെക്കാണ്ട് കൈകൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ചല്ലോ. ആ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. എല്ലാം എനിക്ക് വരും അർജുൻ. നിങ്ങൾ എന്നെ നോക്കുന്ന പെർസ്പെക്റ്റീവ് മാറിയാലുണ്ടല്ലോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അമ്മു, സോറി, വെരി സോറി അമ്മു. ഞാൻ നിന്റെ ഇടുപ്പ്, ഐ മീൻ അറിയാതെ പിടിച്ചത്. പിന്നെ അന്ന് നൈറ്റ് നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തത്. ഗുഡ് മോർണിംഗ് മാം. എന്താടാ, മുറപ്പെണ്ണായിട്ടുള്ള വഴക്കെല്ലാം തീർന്നോ?
അന്ന് രാത്രി ഞാൻ സംസാരിച്ച കാര്യത്തിൽ മേഡം അങ്ങനെ പെട്ടെന്നൊന്നും മാറും തോന്നില്ല. ഹോ, ബാ വലിക്കാൻ പോവാം. ഇല്ലടാ, എനിക്ക് വേണ്ട. എന്താടാ, എന്ത് പറ്റി സഡനായിട്ട്? ആ, അറ്റ്ലീസ്റ്റ് സബ് ടൈറ്റിൽസ് എങ്കിലും താടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, ആ ഇൻസ്റ്റയിലെ പെണ്ണ് എന്നെ പ്രേമിക്കുന്നു പറഞ്ഞടാ. അതിന് നീ എന്ത് പറഞ്ഞു? അതിനെന്ത് പറയാനാ, ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞടാ. ഈ പ്രേമം എന്ന് വെച്ചാ എന്റെ മോന്ത വീട്ടിൽ ആരും ഇല്ലെങ്കിൽ സാറാ ഐ എം വെയിറ്റിംഗ് ഫോർ യു കം ടു ഹോം എന്ന് പറയാനല്ലേ? നീ ലവിനെ കുറിച്ച് പറയല്ലേ? നിന്റെ മോന്തയ്ക്കനെ 4 എണ്ണം പൊട്ടിക്കണം. നീ പറയുന്നത് ശരിയാടാ അളിയാ. പക്ഷേ ആ പെണ്ണിന് പ്രേമത്തിന്റെ ഫീൽ എന്താന്ന് പോലും അറിയില്ല. ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാനും മനുഷ്യനാ. ആ വീക്ക് മൊമെന്റിൽ തെറ്റ് ചെയ്തു പോയി. ആ വീക്ക് പോയിന്റ് പിന്നെയും വന്നാലോ? വീണ്ടും ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ ഈ പ്രാവശ്യം മൊമെന്റ് അല്ല, ഞാനാണ് തെറ്റ്. അമ്മുവിന്റെ കാര്യത്തിൽ പോലും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. അതിനാ ഞാൻ സോറി പറയാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരുന്നേ. ട്രൈ അല്ല, സോറി തന്നെ പറഞ്ഞു. പക്ഷെ അവള് അത് കേട്ടഭാവം കാണിച്ചില്ല. ശരിടാ, നീ റിലേറ്റ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അമ്മുവായിട്ട് പോയി സംസാരിക്കുന്നതല്ല, സെറ്റാക്കി തരാം. ആ ഒരു നല്ല കാര്യം ചെയ്താൽ നിനക്ക് പുണ്യം കിട്ടൂടാ അളിയാ. എന്റെ പുണ്യൊന്നും എനിക്ക് വേണ്ട, ഒരു മിലിറ്ററി റമ്മ സെറ്റാക്കി. എന്തിനാടാ ഫുള്ള്? നിനക്കൊരു ലിറ്റർ തന്നെ വാങ്ങി തരാം. ശരി, അങ്ങനെയാണെങ്കിൽ ബോട്ടിലും സോറിയും റെഡി ആക്കിക്കോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഡാ, ആ സൂക്ഷിച്ചു പോ. നീ പോയി ഫുള്ള് റെഡി ആക്കി, ഞാൻ ഇപ്പൊ വരാം. എന്ത് പറ്റി? ഞാൻ പറഞ്ഞപ്പോ തന്നെ പോയി. എക്സ്ക്യൂസ് മീ മാം. കമൻ. ഇരുന്ന് കഴിഞ്ഞാൽ വല്ലതും പറയൂ. മാഡം, ഉഡൈ. അത് ഉഡൈയാണോ കുഡൈയാണോ, എന്താ അത്? വാട്ട് കുഡ് ഐ? അതാ, ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കാനാ മാഡം. ഇത്രയും നാളായിട്ട് ഓഫീസിൽ ജോലി ചെയ്തിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ലേ? മലയാളം മീഡിയം മാഡം, ഇപ്പോഴാണ് യൂട്യൂബൊക്കെ കണ്ട് കുറച്ചൊക്കെ അങ്ങനെ പഠിച്ചു വരുന്നത്. എന്തിനാ വന്നേ? നിങ്ങളോടൊന്ന് അർജുനെ കുറിച്ച് സംസാരിക്കാനാ. നിങ്ങളങ്ങനെ ടെററായിട്ട് നോക്കല്ലേ മാഡം, പേടിയാവുന്നു. എന്താ സംസാരിക്കണ്ടേ? അർജുൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല മാഡം. വേറെ എങ്ങനത്തെ ആളാ? അർജുൻ ഒരുപാട് നല്ലവനാണ് മാഡം. അങ്ങനെ അർജുൻ പറയാൻ പറഞ്ഞോ? ഇല്ലല്ല മാഡം, ഞാൻ തന്നെ അങ്ങനെ വെറുതെ അങ്ങനെ നോർമലായിട്ട്. അതല്ല, നൈറ്റ് ഫുള്ള് വാങ്ങി തരാന്ന് പറഞ്ഞോ? ചാച്ച, ഞാൻ വെള്ളമൊന്നും അടിക്കത്തില്ല മാഡം. എന്താ, നീ കളിന്റെ അടുത്തോലും പോകത്തില്ലെന്നോ? ജസ്റ്റ് കുടിക്കേ ഉള്ളൂ. വോട്ടവർ. ഇവിടെ നോക്ക് നവീൻ, ഇനി ഒരു തവണയും കൊണ്ട് നീ അർജുന്റെ കാര്യത്തിൽ ഇവിടെ വക്കാലത്ത് പറയാൻ വന്നാലുണ്ടല്ലോ. വക്കാലത്തോ? അതെന്തുവാ മാഡം? ഇപ്പോഴല്ലേ മലയാളം മീഡിയം എന്ന് പറഞ്ഞത്. വക്കാലത്തെന്ന് വെച്ചാൽ എന്താന്ന് അറിയില്ലേ? മലയാളം മീഡിയം എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ മാഡം, പാസ്സായിട്ടില്ലല്ലോ മാഡം. മലയാളം വരില്ല, ഇംഗ്ലീഷ് വരില്ല. അപ്പൊ ഇത്രയും നാൾ എങ്ങനെ ഈ ഓഫീസിൽ സർവൈവ് ആയത്? പിന്നെന്താ മാഡം, ഇത്രയും ദിവസം നിങ്ങളെ പോലെ ഒരാൾ ഓഫീസിൽ ഇല്ലായിരുന്നു മാഡം. What? സോറി മാഡം, ടങ് സ്ലിപ്പായി പോയി. Get out. അതല്ല മാഡം. ഇത് മനസ്സിലായില്ലേ? മനസ്സിലായി മാഡം. ഒരുപാട് സ്ട്രിക്റ്റ് ആണല്ലോ മാഡം. എന്താടാ, എന്തായി? ലിറ്റർ എടുത്തിട്ട് വരട്ടെ ഞാൻ. ഈടാ, അകത്ത് കയറിയത് എന്നെ കീഴ്ച്ചു കളഞ്ഞടാ. ഞാൻ എൻ്റർ ആയത് സ്റ്റാർട്ട് ചെയ്തതാ, ഒരേ മ്യൂസിക്. എടാ സത്യം പറ, ഇങ്ങനെയൊക്കെ ആവുന്ന നിനക്ക് ആദ്യം തന്നെ അറിയാലേ? അളിയാ, ഞാൻ നിന്നോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞല്ലേ? അത് അമ്മു അല്ലടാ, അമ്മു. അതെ, നിന്നെ കുറിച്ച് സംസാരിക്കുമ്പോ എന്തോ ഒന്ന് പറഞ്ഞടാ അവള്. അത് അങ്ങനെ എന്തോ ആയിരുന്നു. വാഗപ്പൂ? അതല്ല, അത് വക്കാലത്ത് എന്ന് പറഞ്ഞിട്ട്. അത് നിന്നെ കുറിച്ച് ഞാൻ പറയുവാന്ന്. കറക്റ്റ് ആയിട്ട് ഫുൾ ബോട്ടിലിന്റെ കാര്യം പോലും പറയുന്നടാ. അവള് മുന്നേ തന്നെ പറഞ്ഞല്ലടാ, ഞാൻ അമ്മു അല്ല ഗീതാഞ്ജലിയാന്ന് കാണിച്ചിരാന്ന്. എന്താണെങ്കിലും സൂക്ഷിച്ചിരിക്കണം. പോവാൻ പാ. പിടിച്ചളിയാ. അർജുൻ സർ, ഗീതാഞ്ജലി മാഡം വിളിക്കുന്നു. സൂക്ഷിച്ചളിയാ. ടേക്ക് കെയർ. മേ ഐ കമിങ് മാഡം? യെസ്, കം ഇൻ.
ഷൂട്ടാണോ മാഡം? നോ നോ, പോർട്രേറ്റ്സ് സൂപ്പറായിട്ട് എടുത്തിട്ടുള്ളത്. ഐ ലൈക്ക് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്. ഷോക്ക് ആവല്ലേ, ഞാൻ തന്നെ സംസാരിക്കുന്നേ. താങ്ക്സ് മാഡം. പക്ഷെ ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. എന്താ മാഡം? നമ്മുടെ ഓഫീസിലെ എഡിറ്റേഴ്സ് പോർട്രേറ്റ്സിന് ശരിക്കുള്ള കളർ കറക്ഷൻ ചെയ്തിട്ടില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുഡ് യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്? ഓക്കെ മാഡം. ആ, കംപ്ലീറ്റ് ഇറ്റ് ബൈ EOD. കാരണം ക്ലയന്റിന് നാളെ തന്നെ ഡെലിവറി ചെയ്യണം. ഓക്കെ. എന്താ വർക്ക് സ്റ്റാർട്ട് ചെയ്യാ? മോണിറ്റ്. നിങ്ങൾ തമ്മിലുള്ള വഴക്ക്, ചെറിയ ചെറിയ പരിഭവങ്ങൾ എല്ലാം ഒരു പോയിന്റ് വരെ നല്ലത് തന്നെ. അത് ഓവറായി കഴിഞ്ഞാൽ പിന്നത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നമായി മാറും. അർജുൻ നിന്നോട് പെരുമാറിയ പോലെ. അതുകൊണ്ട് മോള് കുറച്ച് ശ്രദ്ധിക്കണം. തീരാറായി മാം. ലാസ്റ്റ് ഫോട്ടോ. കുഴപ്പമില്ല, ടയർഡാണെങ്കിൽ റെസ്റ്റ് എടുത്തോ ഏട്ടാ. ബാക്കി നാളെ ചെയ്യാം. ഇതെന്താ സത്യാണോ? ചുമ്മാതിരിക്കേട്ടാ, ഇത് കുറച്ച് ഓവറാ. അല്ല, സഡനായിട്ട് ചേട്ടാന്ന്. ഓഫീസ് അവേഴ്സിലാ ഗീതാഞ്ജലി, അല്ലാത്ത ടൈമിലെല്ലാം അമ്മു തന്നെയാ. അങ്ങനെയെങ്കിൽ ഞാനിപ്പോ നിന്നെ അമ്മ മേഡന്നാണോ വിളിക്കണ്ടേ? ചിരിക്കല്ലേ, പറ. ആവശ്യമില്ല, അമ്മു എന്നെ വിളിച്ചോ. വയസ്സാകുമ്പോ അല്ലേ? ഡൗട്ട് ഒന്നും വേണ്ട, അതേ അമ്മു തന്നെയാ. ശരി, ലേറ്റ് ആയില്ലേ, നാളെ ചെയ്യാം. ഓൾമോസ്റ്റ് കഴിയാറായി. ഞാൻ തീർത്തിട്ട് പോയിക്കോളാം. ഇന്നലെ ബൈക്ക് പഞ്ചർ എന്നല്ലേ പറഞ്ഞേ? നവീൻ അത് ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടമ്മോ? ഓ ശരി, അപ്പോ വർക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. ലേറ്റ് ആവും. കുഴപ്പമില്ല ഏട്ടാ, ഞാനല്ലേ വർക്ക് എന്നത്, ഞാനും കൂടെ ഇരിക്കാം. ഇതാ. താങ്ക്സ്. എന്തൊക്കെ പറഞ്ഞാലും അമ്മു, ഫോട്ടോഗ്രാഫിയിൽ നിനക്ക് നല്ല നോളജ് ഉണ്ട്. എന്താണെന്നറിയില്ല ഏട്ടാ, ഐ ഫീൽ ക്യാമറ ക്യാൻ സീ എനിത്തിങ് ഇൻ ടു ഡീപ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത് ലെൻസ് വഴി കാണാൻ പറ്റും. മാജിക്. അതിനെയാ മാജിക് എന്ന് പറയുന്നത്. എന്നെ പോലെ നിങ്ങളും ഫൈനാൻസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിട്ട് നിങ്ങൾ എടുത്തേനെ. എന്താ ഏട്ടാ ചെയ്യാതിരുന്നേ? ബിടെക്കിന്റെ ഒപ്പം ഫോട്ടോഗ്രാഫി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല. വീണ്ടും ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അതുകൊണ്ടാ ഈ സ്റ്റുഡിയോയിൽ അസിസ്റ്റൻ്റായിട്ട് നിന്ന് വർക്ക് പഠിക്കാമെന്ന് വിചാരിച്ച്. ഏട്ടന് ഒരുപാട് കഷ്ടമായല്ലേ?
ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പെടുത്തി. പക്ഷേ ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തിയത് ആലോചിക്കുമ്പം ഇതൊക്കെ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നു. നിന്റെ ഫാമിലിനെ പോലും ഞാൻ ചീത്ത വിളിച്ചു. സോറി അമ്മോ. എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ലെന്ന് കരുതുന്നേ. അതും കറക്റ്റ് തന്നെയാ. എന്തെന്ന്? ഒന്നുമില്ല. അല്ല ഏട്ടാ, ഏട്ടന് ലവ് സ്റ്റോറീസ് ഒന്നും ഇല്ലേ? ചിരിക്കുന്നു പറഞ്ഞാ ഉണ്ടെന്നല്ലേ അർത്ഥം? ഒന്നുമില്ല അമ്മോ. ചുമ്മാ ഇരിക്കേട്ടാ, സാറേ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നില്ലേ? ചേച്ചേ, സാറേ ഞാനും തമ്മിൽ ലവ് അല്ല. അപ്പോ അത് ജസ്റ്റ് ഇൻഫാച്വേഷൻ എന്ന് വിചാരിച്ചോ? ആഹാ, ഫ്രോഡ് സൈക്കോളജി ആണോ? അമ്മു, വീട്ടുകാരൊക്കെ നമ്മളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞപ്പോ നിന്റെ ഉള്ളിൽ എന്നോട് ഫീലിങ്സ് വളർന്നെന്ന് കരുതി. അതുകൊണ്ടാ അമ്മു നിന്റെ ഫീലിങ്സ് വളരാൻ പാടില്ലെന്ന് വിചാരിച്ച് നിന്നോട് ദേഷ്യപ്പെട്ടെ അകന്നിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്. അതല്ലാതെ എനിക്ക് നിന്നോടൊരു തരത്തിലുള്ള ദേഷ്യവും ഇല്ല അമ്മോ. എനിക്ക് ശരിക്കും നിന്നോട് ഒരു ഫീലിങ്സും ഇല്ല. കരയില്ല അമ്മോ. സോറി അമ്മോ, വെരി വെരി സോറി. ഇനി ഒരിക്കലും നിന്നോട് മാത്രമല്ല ആരോടും അങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യില്ല. നന്നായി സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം മേഡം. സത്യം ഏട്ടാ, ഏട്ടന് ശരിക്കും സംസാരിക്കാനും അറിയില്ല. ഏട്ടന് ആരോടെങ്കിലും ഫീലിങ്സ് ഉണ്ടോ ഏട്ടാ? ആ പെണ്ണിന്റെ പേരെന്താ ഏട്ടാ? അറിയില്ല. അറിയില്ലേ? ഫോട്ടോ എന്തേലും? ഞാൻ ആ കുട്ടിയെ കാണാതെ തന്നെ അവളെ പിറകെ ഓടിക്കൊണ്ടിരിക്കാം. കാണാതെ തന്നെ പ്രണയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഐ എം ലിവിങ് ഇറ്റ്. അത്രയ്ക്കിഷ്ടമാണോ ആ പെണ്ണേടന്? ഒരുപാട്. ഫസ്റ്റ് ടൈം ഇതാണ് ലവ് എന്ന് തോന്നുന്നു. ഒരു പക്ഷെ ആ പെണ്ണിന് സൗന്ദര്യം ഇല്ലെങ്കിലോ? പറഞ്ഞല്ലേ അമ്മു, സൗന്ദര്യം മനുഷ്യന്റെ പുറമോടിയിലല്ല, കാണുന്ന കണ്ണിലാ ഉള്ളേ. അവൾ എങ്ങനെയാണെങ്കിലും എനിക്ക് സൗന്ദര്യമുള്ളവളായിരിക്കും. അവളോടൊപ്പം ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഏട്ടാ, ഉം. ആ പെണ്ണ് ആരാന്നറിയാമോ? സത്യമായിട്ട് അറിയില്ലമ്മോ. അത് ഞാനാ ഏട്ടാ.